അപ്പോൾ റെഡിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. പാർട്ട് എ, ബി, സി, ഡി. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്ലസ് ഇതിൻ്റെ ഒരു 2 or 3 മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും, വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്യും. ഓക്കെ, നൗ വി ക്യാൻ ഡിസ്കസ് ക്വസ്റ്റ്യൻ പേപ്പർ, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പറയുകയാണ്. പാർട്ട് എയിൽ വരുന്ന എന്താണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 12 ചോദ്യമുണ്ട്, ഓരോ ചോദ്യത്തിനും 1/2 മാർക്കാണ്. ടോട്ടൽ മാർക്ക് അവിടെ തന്നെ 6 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറഞ്ഞ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. പെട്ടെന്ന് തന്നെ വായിക്കുക, ആൻസർ കണ്ടെത്തി. ഒരുപാട് സമയം അവിടെ ആലോചിച്ച് നിന്നാണ്ട് സമയം കളയരുത്, കാരണം 6 മാർക്ക് അതിന് ടോട്ടലുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പാർട്ട് എയിൽ കാണിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് പോകാണ് കേട്ടോ. ഞാൻ ഒത്തിരി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം, റൈറ്റ്? നിങ്ങൾക്ക് അതിൽ നിന്ന് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ബ്രോഡ് സെൻസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യൻ പ്ലാനിങ് ഈസ്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതിന് ഞാൻ ആൻസർ പെട്ടെന്ന് പറയാം. ഓപ്ഷൻ ഡി, ടു എൻഷുർ ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റനിൽ വരുന്നത്, ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് ദ 15th ഫൈനാൻസ് കമ്മീഷൻ? ദ ആൻസർ ഈസ് NK സിംഗ്. ഓക്കെ, മറക്കണ്ട. 14th ഫൈനാൻസ് കമ്മീഷൻ ആരാണ്? YV റെഡ്ഡി. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരാനുള്ളത് നിങ്ങൾ ചിന്തിക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഏരിയ തന്നെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ കവർ ചെയ്യാൻ പറ്റും. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. വിച്ച് വൺ എമംഗ് ദി ഫോളോയിങ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യ ഹാസ് ദ ഹയസ്റ്റ് ഷെയർ ഓഫ് എംപ്ലോയ്മെൻറ്റ്? ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ആരാണ്? സർവീസ് സെക്ടർ എന്ന് എഴുതരുത് കേട്ടോ. അവിടെ GDPയിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് ഏതാണ്? സർവീസ് സെക്ടറാണ്. രണ്ടാമത് വരെ ഇൻഡസ്ട്രി, ഏറ്റവും കുറവ് ഏതാണ്? അഗ്രികൾച്ചറാണ്. എംപ്ലോയ്മെൻറ്റ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആണ്. സെക്കൻഡ് വരെ സർവീസ് സെക്ടറാണ്. തേർഡാണ് ഇൻഡസ്ട്രി. ആ ഒരു ഫാക്റ്റ്, ആ ഒരു ഡാറ്റ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന് ഈ ടേബിളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, എംപ്ലോയ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ്റെ ടേബിളും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, റൈറ്റ്? ഓക്കെ, സി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഫോർത്ത് വൺ. വാട്ട് കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി അഗ്രികൾച്ചർ സെക്ടർ ഓഫ് ഇന്ത്യ? The answer is disguised unemployment. It is also known as concealed unemployment or apparent unemployment. Here, the marginal productivity of labor is 0 or even negative. Frictional unemployment, voluntary unemployment, involuntary unemployment, അതുപോലെ ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്, അതിൽ വരുന്നതാണത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഒരു 5 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, വർക്ക് ഫോഴ്സ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെ മനസ്സിലുണ്ടാവണം. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്കറിയാം സ്റ്റേറ്റ് വൈസ് എടുക്കും, ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാ അറിയാം? കേരളയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഡാറ്റ മനസ്സിൽ വേണം. അതുപോലെ സെൻസസ് 2011 നല്ല രീതിയിൽ അനലൈസ് ചെയ്യണം. ഞാൻ അതിൻ്റെ ഡാറ്റയും എൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് തരാം. ആ ഡാറ്റ നിങ്ങൾ ഇന്ത്യൻ എക്കോണമി ബേസ് ചെയ്ത് പ്ലസ് കേരള എക്കോണമി ബേസ് ചെയ്തിട്ടും അനലൈസ് ചെയ്യണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ ദാറ്റ് ഈസ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. Then fifth question, which bank takes care of agriculture and rural finance? NABARD, National Bank for Agriculture and Rural Development. 1982 ആണ് അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇയർ. റീജിയണൽ റൂറൽ ബാങ്ക്സ് വരുന്നത് എന്താണ്? 1975 ആണ്. RBI എന്ന അപെക്സ് ബാങ്ക് ആണ്. പക്ഷേ അഗ്രികൾച്ചർ ഫൈനാൻസ് വരുമ്പോൾ ഏതാ? NABARD ആണ് വരിക. സിക്സ്ത് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്, വാട്ട് ഈസ് ദ ന്യൂ നെയിം ഓഫ് രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരൺ യോജന? ഞാൻ പറഞ്ഞു ലേറ്റസ്റ്റ് സ്കീംസ് നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ബജറ്റിൽ നിന്ന് വരെ നിങ്ങൾക്ക് ഈ സ്കീംസ് പുതുതായിട്ട് എടുത്തിട്ട് പഠിക്കാം. ഇതിന് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. 2015 ശ്രീ മോദി ഗവൺമെൻറ് അനൗൺസ് ചെയ്തതാണ് സ്കീം. ഓക്കെ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ. അതുപോലെ സ്ലം ഫ്രീ പ്രോഗ്രാംസ് ഉണ്ട്. നമ്മുടെ ഉജ്ജാവാല സ്കീമുണ്ട്, സൗഭാഗ്യ സ്കീമുണ്ട്. Isn't it? There are lots of schemes are there. We need to discuss all these things. Okay, നല്ല രീതിയിൽ പഠിക്കണം. അതിൻ്റെ ഇയർ, അതിൻ്റെ മിഷൻ, അത് നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യും. അപ്പോൾ വാട്ട് ആർ ദ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് ഓർ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റിംഗ് പ്രോഗ്രാംസ്? 5 മാർക്ക് എസ്സേയിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പഴയ സ്കീംസ് ഇപ്പം IRDP, NREP ഇങ്ങനത്തെ പഴയ സ്കീംസ് മാത്രം പഠിച്ചാൽ പോരാ. നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ സ്കീംസും കൂടി നമ്മൾ അനലൈസ് ചെയ്യണം. അങ്ങനെ നിങ്ങളെ ആൻസർ വാല്യൂ ചെയ്യുമ്പോൾ ഈ കുട്ടിയെ നല്ല അപ്ഡേറ്റ് ചെയ്യുന്ന കുട്ടിയാണ്, നല്ല നോളജ് ഉണ്ട്, നല്ലൊരു എക്കണോമിക്സ് സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കൂടുതൽ മാർക്ക് തരാം. ഓക്കെ, അത് മറക്കരുത്. Now, next question is that, that is related to Kerala economy. In terms of Human Development Index, which is the most developed state of India? The right answer is Kerala. Kerala is number 1 in terms of social indicators. ഇപ്പോൾ ഹയസ്റ്റ് ലിറ്ററസി ഉള്ളത്, ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ ഫേവറബിൾ ആയിട്ടുള്ളത്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമ്പർ 1 ആണെന്ന് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ.
പ്ലസ് നിങ്ങൾ അനലൈസ് ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിലാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അത് പബ്ലിഷ് ചെയ്യുന്നത് UNDP ആണ് കേട്ടോ, യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഓക്കെ, അതുപോലെ പബ്ലിക്കേഷൻസ് ഇപ്പോൾ IMFൻ്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ UNDPൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം ലേറ്റസ്റ്റ് 2020 റാങ്ക് പ്രകാരം ഇന്ത്യ ഗോട്ട് 131 ഔട്ട് ഓഫ് 189. ഓക്കെ, ഇപ്പം നമ്മുടെ GDP പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ഇൻ ടേംസ് ഓഫ് GDP. ഇന്ത്യ ഈസ് ദ 5th ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ്. നമ്മുടെ 200 കൊല്ലക്കാലം നമ്മൾ ഭരിച്ചിരുന്ന UK വരെ നമ്മൾ ഓവർടേക്ക് ചെയ്തു റീസെൻ്റ് ആയിട്ട്. ഓക്കെ, അതുപോലെ പർച്ചേസിംഗ് പവർ പാരിറ്റി എടുക്കുകയാണെങ്കിൽ 3rd ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ്. പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്ന ടെർമിനോളജി പ്രകാരം ഫസ്റ്റ് ചൈനയാണ്, സെക്കൻഡ് USA, തേർഡ് ഇന്ത്യയാണ്. GDP പോയിന്റ് ഓഫ് വ്യൂവിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് USA ആണ്, സെക്കൻഡ് ചൈന, തേർഡ് ജപ്പാൻ, ഫോർത്ത് ജർമ്മനി, ഫിഫ്ത്ത് ഇന്ത്യ, 6th ആണ് ഇപ്പോൾ UK, 7th ഫ്രാൻസ്, അങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര ഉഷാറായിട്ട് എക്കോണമി നമ്മൾ ഭയങ്കര പവർഫുൾ ആവും. ബട്ട് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പിറകെയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുക്കുമ്പോൾ നമുക്ക് എത്ര 131. അതാണ് അമർത്യ സെൻ ഇന്ത്യൻ എക്കോണമിയിൽ ഒത്തിരി കോൺട്രഡിക്ഷൻ പറയുന്നത്. എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്, ബട്ട് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാ ആളുകളിലേക്കും എത്തുന്നില്ല. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷണൽ ഇഷ്യൂസ്, ഡിസ്ട്രിബ്യൂഷണൽ ഇൻജസ്റ്റിസ്. അപ്പോൾ ഇവിടെ ലോട്ട്സ് ഓഫ് ഇഷ്യൂസ് ആർ ദെയർ. ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ആർക്കാണ് കിട്ടുന്നത്? ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ്സ് ഫ്രം ദി ഗ്രോത്ത് ഷുഡ് ബി എൻജോയ്ഡ് ഈച്ച് ആൻഡ് എവറി സെഗ്മെന്റ്സ് ഓഫ് ദ സൊസൈറ്റി. ദാറ്റ് ഷുഡ് മേക്ക് സ്മൈൽസ് ഓൺ ദ ഫേസ് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ, നമ്മുടെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയും കൂടി ആയാൽ അതെന്തായി? സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയി. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. 12th 5-year പ്ലാൻ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് അതായിരുന്നു അല്ലേ? ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഓക്കെ, അതൊക്കെ മനസ്സിലുണ്ടാവണേ. ദെൻ 8th question, ദ സുരേഷ് ടെണ്ടുൽക്കർ കമ്മിറ്റി ഓൺ പോവർട്ടി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ പ്ലാനിംഗ് കമ്മീഷൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നീതി ആയോഗമൊക്കെ വരുന്നതിന് മുമ്പ് പ്ലാനിംഗ് കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്ത ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയാണ് എന്ത്? സുരേഷ് ടെണ്ടുൽക്കർ കമ്മിറ്റി. ഓക്കെ, അത് മനസ്സിലുണ്ടാവുക. സി രംഗരാജൻ കമ്മിറ്റിയൊക്കെ മനസ്സിലുണ്ടാവുക. അങ്ങനത്തെ അതുപോലെ NSS, CS, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, ഇവരെ കാര്യങ്ങളൊക്കെ പഠിക്കുക, അവരെ ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കുക. 12 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം 4 ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ടാവും. നമ്മൾ റൈറ്റ് ഉള്ള എടുത്ത് ചിലത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും വരാറുണ്ട്. ഓക്കെ, ഡോണ്ട് വറി, വി ക്യാൻ മാനേജ് ഇറ്റ്. Then 9th question is that which of the following is the largest producer of food grain in the world? ആൻസർ ഏതാണ്? ചൈനയാണ് ഏറ്റവും കൂടുതൽ ഫുഡ് ഗ്രെയിൻ. അതുപോലെ മിൽക്ക് പ്രൊഡക്ഷൻ അതിൽ ഇന്ത്യയാണ് കേട്ടോ. പല വെജിറ്റബിൾസും ഫ്രൂട്ട്സിലൊക്കെ നമ്പർ 1 ഇന്ത്യയാണ്. മിൽക്ക് പ്രൊഡക്ഷൻ വൈറ്റ് റെവല്യൂഷൻ അറിയാലോ, വർഗീസ് കുര്യനൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? വൈറ്റ് റെവല്യൂഷൻ, അതുപോലെ പിങ്ക് റെവല്യൂഷൻ, ഓക്കെ, ഗ്രീൻ റെവല്യൂഷൻ ഒക്കെ പറയുന്ന പോലെ. ഗ്രീൻ റെവല്യൂഷൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വേണം MS സ്വാമിനാഥൻ, ഗ്രീൻ റെവല്യൂഷൻ അല്ലെ, ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. നോർമാൻ ബോർലോഗ് ആണ് എന്ത്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ അറ്റ് ഗ്ലോബൽ ലെവൽ. ഓക്കെ, നോർമാൻ ബോർലോഗിന് നൊബേൽ പ്രൈസ് ഫോർ പീസ് ലഭിച്ചിട്ടുള്ള അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ലാബിലൊക്കെ അത് മെക്സിക്കോയിലാണ് ഒത്തിരി പഠനമൊക്കെ നടത്തിയത്. ഇസൻറ്റ് ഇറ്റ്? ഗ്രീൻ റെവല്യൂഷൻ്റെ പിതാവ് അറിയപ്പെടുന്ന ഏതാ? നോർമാൻ ബോർലോഗ്. ഇന്ത്യയിൽ അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റിന് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡ് ഉണ്ട്, ബോർലോഗ് അവാർഡ് എന്ന് പറയും. MS സ്വാമിനാഥനൊക്കെ കിട്ടിയിട്ടുണ്ട് അവാർഡ്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. 10th question is that very interesting question. Among the following, which one is the largest exporter of rice in the world in the last 5 years? ഇവിടെ ആൻസർ ഇന്ത്യയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ റൈസും വീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ 1 ആരാണ്? ചൈനയാണ്. 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. ബട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ആരാണ്? ഇന്ത്യയാണെന്നുള്ളതും മനസ്സിലാക്കുക. റൈറ്റ്. 11th question, പ്രധാനമന്ത്രി ജൻധൻ യോജന ഹാസ് ബീൻ ലോഞ്ച്ഡ് ഫോർ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി, പ്രൊമോട്ടിംഗ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻ ദ കൺട്രി. 12th question, which one of the following issues the global economic prospects report periodically? The answer is the World Bank. ഞാൻ പറഞ്ഞു വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് ആരാണ്? IMF ആണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ആരാണ്? UNDP ആണ്. ഓക്കെ, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് പോകാം. 12 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാമിൽ വരാൻ സാധ്യത ഉള്ളതാണ്. ബട്ട് ഇത് മാത്രമല്ല, ഒരുപാട് ഏരിയാസ് വരാം. നിങ്ങൾ ഓരോ ടോപ്പിക് ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യും. നൗ പാർട്ട് B 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. റൈറ്റ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിഫൈൻ ഹ്യൂമൻ പോവർട്ടി. അങ്ങനെ ചോദ്യം വന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ മാർജിൻ ഒരുപാട് വലിയ മാർജിൻ ഒന്നും കൊടുക്കരുത് കേട്ടോ. പല കുട്ടികൾക്കൊക്കെ ഞാൻ വാല്യൂഷൻ ക്യാമ്പിൽ കാണാറുണ്ട്, 4 സൈഡിലൊക്കെ വലിയ മാർജിൻ കൊടുക്കും. ഓക്കെ, എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും അങ്ങനെ ചെയ്യുക. കാരണം എന്താ?
മാക്സിമം ആൻഡ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. മാന്യമായ രീതിയിലൊക്കെയുള്ള മാർജിൻ, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, പേജും സ്പേസൊന്നും അനാവശ്യമായിട്ട് കളയരുത്, അതൊക്കെ മാർക്ക് കുറക്കും. കാരണം പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മാർജിൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കറക്റ്റ് കൊടുക്കുക. ഇപ്പം ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇത് മാർജിൻ ആണെങ്കിൽ 13th ക്വസ്റ്റ്യൻ, ഓക്കെ 13 ഇങ്ങനെ കൊടുക്കുക, ഇവിടെ കൊണ്ടുവന്ന് ഇടരുത്. എന്നിപ്പോൾ ഡിഫൈൻ ഹ്യൂമൻ പോവർട്ടി ആണെങ്കിൽ നിങ്ങൾ എന്ത് ഹെഡിങ് ഇങ്ങനെ കൊടുക്കുക, ഹ്യൂമൻ പോവർട്ടി, ഓക്കെ. എന്നിട്ട് അതിന് അണ്ടർലൈൻ ചെയ്യുക, ആൻസർ ചെയ്ത്. അപ്പോൾ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾ 13ാമത്തെ ചോദ്യം ഹ്യൂമൻ പോവർട്ടിയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പോലും നോക്കാതെ വാല്യൂ ചെയ്യാൻ പറ്റും, ഓക്കെ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ നോക്കുന്ന ആളെ നിങ്ങളെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്ന ആളെ മാക്സിമം നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ, നിങ്ങൾ നല്ല രീതിയിൽ പുള്ളിക്കാരനെ കെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും, ഓക്കെ. വളരെ അലങ്കോലമായിട്ട് ഒരു ഓർഡർ ഇല്ലാതെ പോയിന്റ്സിലൊന്നും അണ്ടർലൈൻ ചെയ്യാതെ ഒരുപാട് എഴുതിയിട്ടുണ്ട്, നല്ല പഠിക്കുന്ന കുട്ടിയാവും, നല്ല എഴുതിയിട്ടുണ്ടാവും, പക്ഷെ മാർക്ക് കിട്ടില്ല. നല്ല മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഉഷാറായിട്ട് എഴുതണം. ഇന്ത്യൻ എക്കോണമിയൊക്കെ, ഇന്ത്യാസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് നാഷണൽ ആൻഡ് റീജിയണലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡാറ്റ വെച്ച് അതിനെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക, ഓക്കെ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഒരു 90% എബോവ് മാർക്ക് മനസ്സ് വെച്ചാൽ 80 കിട്ടാനൊക്കെ നമുക്ക് കഴിയും, റൈറ്റ്. ഓക്കെ, 2 മാർക്കിൽ വരുന്നത് നിങ്ങൾ 13th വൺ, ഹൗ ക്യാൻ യു എക്സ്പ്ലെയിൻ മിക്സ്ഡ് എക്കോണമി. മിക്സ്ഡ് എക്കോണമി എന്ന് പറയുമ്പോൾ നമ്മുടെ കോ എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ഇന്ത്യൻ എക്കോണമിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മിക്സ്ഡ് എക്കോണമിയാണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഉണ്ട്, സോഷ്യലിസ്റ്റ് എക്കോണമി. ഇറ്റ് ഈസ് ദ കമ്പൈൻഡ് ഓഫ് ബോത്ത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആൻഡ് socialist economy. Okay, that is mixed economy. 14th one, what you mean by import substitution. നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ഫോളോ ചെയ്തിരുന്ന ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. വി ആർ ട്രൈങ് ടു പ്രൊഡ്യൂസ് ദോസ് കമ്മോഡിറ്റീസ് വിച്ച് വി ആർ ഇമ്പോർട്ടിങ് ദാറ്റ് ഡൊമസ്റ്റിക്കലി. ഓക്കെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പല പ്രോഡക്ട്സ് എന്താണ്, നമ്മുടെ സെൽഫ് റിലയൻസിൽ സെൽഫ് സഫീഷ്യൻ്റ് ആവാനൊക്കെ വേണ്ടി നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിരുന്ന അതുമായി ബന്ധപ്പെട്ട അതായത് എക്സ്പോർട്ട് പ്രൊമോഷൻ ആൻഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഒരു ഇൻവാർഡ് ഓറിയൻറ്റഡ് എക്കോണമി ആയിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഫോറിൻ സെക്ടറിന് കൂടുതൽ വെൽക്കം ചെയ്തിരുന്നില്ല. ഇന്നിപ്പോൾ എന്താണ്, വി മൂവ്ഡ് ഫ്രം ഇൻവാർഡ് ഓറിയൻറ്റഡ് എക്കോണമി ടു ഔട്ട്വാർഡ് ഓറിയൻറ്റഡ് എക്കോണമി, അല്ലേ? ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഡിസൈസീവ് റോളാണ് എന്ത്, എക്സ്റ്റേണൽ സെക്ടറിനുള്ളത്. FDI, FII, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. 2 മാർക്ക് 5 മാർക്ക് വരെ നമ്മുടെ ടോപ്പിക്കിൽ വരുന്ന സെക്കൻഡ് മൊഡ്യൂൾ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് FII ആൻഡ് FDI. അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യും. Now 15th question, write a short note on Niti Aayog. January 1st, 2015, Narendra Modi replaced Planning Commission and ഏത് കൊണ്ടുവന്നു, നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, എ തിങ്ക് ടാങ്ക് ഫോർ ഇന്ത്യൻ എക്കോണമി. ഓക്കെ, റൈറ്റ്. കാരണം 12th 5-year പ്ലാൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ബ്ലോക്ക് ചെയ്തു, അല്ലേ? 5-year പ്ലാൻ ഇല്ലേ. ബട്ട് കേരള എക്കോണമി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 13th 5-year പ്ലാൻ കാണാം കേട്ടോ. കാരണം സെൻട്രൽ ഗവൺമെൻറ് അവരുടെ 5-year പ്ലാൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും കേരള ഗവൺമെൻറ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എന്ത്, 13th 5-year പ്ലാൻ. നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ പഠിക്കുക, ഒരു 5 മാർക്ക് വരെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്, റൈറ്റ്. 16th question, ഡ്രൈൻ ഓഫ് വെൽത്ത്. നമ്മുടെ സമ്പത്ത് മുഴുവൻ ഊറ്റിക്കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ. അതിന് ദാദാഭായ് നവറോജ്, ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, അല്ലേ? അദ്ദേഹത്തിൻ്റെ പുസ്തകമാണെന്ത്, പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതിൽ വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡ്രൈൻ തിയറി, ഡ്രൈൻ ഓഫ് വെൽത്ത്. ഓക്കെ, ബ്രിട്ടീഷുകാർ നമ്മൾ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സ്ട്രക്ചറൽ ചേഞ്ചസ് ഓഫ് ആൻ എക്കോണമി. ഞാൻ കൂടുതൽ പറയുന്നില്ല. 2 മാർക്ക് വളരെ സിമ്പിളായിട്ട് സ്ട്രക്ചറൽ ചേഞ്ചസ് എന്താണ്, ദാറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് എക്കോണമി ഫ്രം പ്രൈമറി സെക്ടർ ടു ഇൻഡസ്ട്രി ദെൻ ടെറിഷറി സെക്ടർ. ആ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫുഡ് സെക്യൂരിറ്റി. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓക്കെ, ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, റൈസും വീറ്റൊക്കെ ഗണ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. വി ആർ ദ നെറ്റ് എക്സ്പോർട്ടർ. പണ്ട് ഇമ്പോർട്ട് ചെയ്തിരുന്ന രാജ്യം ഇപ്പോൾ അതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ബട്ട് സ്റ്റിൽ ദർ ഈസ് അക്യൂട്ട് പോവർട്ടി, മാൽ നറിഷ്മെൻറ്റ് ഓർ അണ്ടർ നറിഷ്മെൻറ്റ്, ദർ ഈസ് പ്രോബ്ലം. ഒരു കോൺട്രഡിക്ഷൻ തന്നെയാണ്, അല്ലേ? നമ്മുടെ ഗ്രീൻ റെവല്യൂഷനും അതുപോലെ ലാൻഡ് റിഫോംസ് ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് അഗ്രികൾച്ചർ ക്രെഡിറ്റൊക്കെ ഒരുപാട് നമ്മൾ കൊടുത്തു. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാർഷിക മേഖല ഉണ്ടെങ്കിലും വി ആർ ഫേസിങ് ലോട്ട്സ് ഓഫ് ഇഷ്യൂസ്, isn't it? അപ്പോൾ അത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, 19th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ന്യൂ എക്കണോമിക് പോളിസിൻ്റെ ഭാഗമായി. കാരണം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് സെല്ലിംഗ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ടു പ്രൈവറ്റ് സെക്ടർ. ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇങ്ങനെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താണ് എന്ത് ചെയ്യുക, നമ്മളത് ആ പ്രൈവറ്റൈസേഷൻ കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യുക. ഇപ്പം എയർ ഇന്ത്യ, ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ അതുപോലെ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇൻഷുറൻസ് മേഖലയിൽ നമ്മൾ കൂടുതൽ FDIനെ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മേഖലയിൽ എന്താ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്.
ഓക്കെ, പ്രൈവറ്റൈസേഷൻ നമ്മൾ എൻകറേജ് ചെയ്യും. ഇറ്റ് ഇസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ന്യൂ എക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ഫൈനാൻസ് കമ്മീഷൻ. പറയേണ്ട ആവശ്യമില്ല. ആർട്ടിക്കിൾ 280 അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഇപ്പോൾ 15th ഫൈനാൻസ് കമ്മീഷനാണ്. NK സിംഗ് ആണ് അതിൻ്റെ ചെയർമാൻ. സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻസ് റിലേഷൻസിൽ ഗ്രാൻസ് ഇൻ എയ്ഡ് അതുപോലെ ടാക്സ് പ്രൊസീഡ്സിൽ നിന്ന് ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്ത് ഫൈനാൻസ് കമ്മീഷൻ. Right. The next question, reverse migration. That is purely related to, 5th module, Kerala's economic development. Reverse migration is a, hot issue. പിന്നെ ഇതാക്കാത്ത ഇങ്ങനെ ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ടൊക്കെ ഗൾഫിലുള്ള ആളുകളൊക്കെ തിരിച്ചു വരിക, റിവേഴ്സ് മൈഗ്രേഷൻ. അപ്പോൾ അവരെങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യും? ഇപ്പോൾ നോർക്ക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു നോക്കുക. നോർക്ക ഇപ്പോൾ ഫോറിൻ റെമിറ്റൻസ്, ഇമ്മിഗ്രേഷൻ, മൈഗ്രേഷൻ ഇങ്ങനത്തെ കൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. Now, what is MGNREG? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. എസ്സേയിൽ ഉൾപ്പെടുത്തുക, 5 മാർക്കിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനത്തെ സ്കീംസ് ഒരുപാട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസിലെ ആൻസറിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2005 കൊണ്ടുവന്ന ഒരു കുടുംബത്തിലെ ഒരു അഡൾട്ടിന് 100 ദിവസം ജോബ് ഗ്യാരണ്ടി ചെയ്യുക അല്ലേ? ഇത് MGNREG. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇറ്റ് ഈസ് എംപ്ലോയ്മെൻറ്റ് ആക്ട്. ആ ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഗവൺമെൻറ് വിൽ കോമ്പൻസേറ്റ് യു, ഗവൺമെൻറ് വിൽ ഗിവ് യു വേജ്. Isn't it? It's a fantastic idea. 2009 ഒക്ടോബർ 2 നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ടിൻ്റെ പേര് ചേഞ്ച് ചെയ്ത് എന്ത് ചെയ്തു? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ഓർ സ്കീം എന്നുള്ള പേരിലേക്ക് കൊണ്ടുവന്നു. 5 മാർക്ക്, എസ്സേയിൽ 2 മാർക്കിലൊക്കെ അത് എക്സ്പെക്ട് ചെയ്യുക. പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ്, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റിംഗ് പ്രോഗ്രാംസ്, ഈ ഏരിയയിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. Now question, what is LPG program? Liberalization, privatization, globalization. 3 vital components of new economic policy that initiated in India in 1991 under the Prime Minister of Narasimha Rao, and at that time our finance minister was Dr. Manmohan Singh. Okay, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇവാലുവേഷനൊക്കെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്, അതിൻ്റെ കമ്പണൻസ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ മികച്ച രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. സെക്കൻഡ് മൊഡ്യൂളിൽ എക്കണോമിക് റിഫോം സിൻസ് 1991 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. Now, last question that come under 2 mark, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. ഞാൻ പറയണ്ടല്ലോ, എസ്സേക്ക് പഠിച്ചതാണ്, ബട്ട് 2 മാർക്കിന് വരുമ്പോൾ അത് ഷോർട്ടായിട്ട് ചെയ്ത്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. കാരണം ഡെവലപ്മെൻറ്റിന് ഒരു എക്കണോമിക് തിയറി പ്രകാരം ഫസ്റ്റ് സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടേ സാമൂഹിക വളർച്ച ഉണ്ടാവുള്ളൂ, എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ബട്ട് കേരള മോഡൽ ഒരു എക്സെപ്ഷനാണ്. എക്കണോമിക് ഗ്രോത്ത് ഇല്ലാതെ തന്നെ കേരള അറ്റൈൻഡ് ഹയർ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഹൈ ലിറ്ററസി, ദെൻ ലോവർ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ലോവർ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇങ്ങനെ ബന്ധപ്പെട്ട് അതിനാണ് എന്ത് വിളിക്കുക? കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. KN രാജനെ ഓർത്ത് വെച്ചുള്ളൂ കേട്ടോ. ഇത്രയും സംഭവങ്ങളാണ് 2 മാർക്കിന് വരിക. നിങ്ങൾക്ക് 12 ചോദ്യം തരും, 10 ചോദ്യത്തിന് മനോഹരമായിട്ടുള്ള ആൻസർ കൊടുക്കുക. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആക്കിയിട്ടോ അല്ലെങ്കിൽ ജനറൽ എസ്സേ ക്വസ്റ്റ്യൻ ആക്കിയിട്ടോ അത് എഴുതരുത്. ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ 20 മാർക്ക് നിങ്ങൾ ചെയ്യുക. ഞാൻ ടൈമൊക്കെ പറഞ്ഞത് മനസ്സിലുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്താ ചെയ്യുക? 5 മാർക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ? പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് 8 ചോദ്യം തരുന്നുണ്ട്, 6 ക്വസ്റ്റ്യൻസ് എഴുതണം. 5 മാർക്ക് ക്വസ്റ്റ്യനിൽ വരുന്നത് വാട്ട് ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്? ട്രൈസ് ഔട്ട് ദ മേജർ റെമഡിയൽ മെഷേഴ്സ് ഫോർ അഡ്രസ്സിംഗ് ദ ഇഷ്യൂ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. വി നോ അൺഎംപ്ലോയ്മെൻറ്റ് ഇറ്റ് ഈസ് എ സോഷ്യോ എക്കണോമിക് ഫിനോമിന ഇൻ വിച്ച് an able bodied person who are willing to work but failed to find a job. See, types of unemployment: under employment, voluntary unemployment, involuntary unemployment, disguised unemployment, structural unemployment, frictional unemployment. ഈ ടോപ്പിക്കൊക്കെ മനസ്സിലാക്കുക. റീസൺസ്, poor performance of agriculture, then a high level of population, industrial backwardness, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. Poor performance of remedial measures like employment generating programs, corruption, black money, lots of things you can add. Okay, improper education system, ഇങ്ങനെയൊക്കെ ഒരു കോമൺ ആയിട്ട് പഠിക്കുക. അവിടെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഡാറ്റ, ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള സംസ്ഥാനം ദാറ്റ് ഈസ് കേരള. ഈ രീതിയിൽ അതിനെ ആൻസർ. ഇവിടെ പോവർട്ടിയും ഇനീക്വാളിറ്റിയും ഒക്കെ ഇങ്ങനെ രീതിയിൽ പഠിക്കുക. ദാറ്റ് ഈസ് മേജർ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ്. ഒരു എസ്സേക്കും നമുക്കതിനെ രീതിയിൽ പഠിക്കാം. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, do you believe the Food Security Act will ensure sufficient food at reasonable price for all? Justify your answer. Fantastic question. ഒരു ഒപ്പീനിയൻ ബേസ്ഡ് നമുക്കൊരു ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഉണ്ട്, അതിൻ്റെ കോമ്പണൻസ്. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി, ന്യൂട്രീഷ്യസ് ഫുഡ്, കാരണം ക്വാണ്ടിറ്റി മാത്രം പോരാ, ക്വാളിറ്റി ഓഫ് ദ ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, അങ്ങനെ മാൽ ന്യൂട്രീഷനൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ.
ദെൻ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫുഡ് സെക്യൂരിറ്റീൻ്റെ ഒരു കോമ്പണൻറ്റ്, അതിൻ്റെ റോൾ ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, BPL APL അല്ലേ. ഇപ്പം നമ്മുടെ പ്രയോറിറ്റൈസ്ഡ് കാർഡ് ഉണ്ട്, നോൺ പ്രയോറിറ്റൈസ്ഡ് കാർഡ്. കേരള എക്കോണമിയിലൊക്കെ നമുക്കത് ആഡ് ചെയ്യാം. അന്ത്യോദയ അന്ന യോജന, പൂറസ്റ്റ് ഓഫ് ദ പൂവർ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ റിവാംബഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ ഫോക്കസ് ചെയ്യുക. വളരെ മനോഹരമായിട്ടുള്ള ടോപ്പിക്കായിട്ട് നമുക്കത് ആഡ് ചെയ്യാം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഫെയർ പ്രൈസ് ഷോപ്സ്, അവിടെയൊക്കെ ഇപ്പം നമ്മൾ ആധാർ ലിങ്ക്ഡ് ആണ്, തമ്പ് വെച്ച് നമ്മൾ മെഷീൻ ബേസ്ഡ് ആണ്, ഫേക്ക് എൻട്രി ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. റൈറ്റ്. See, 27th question, India exhibits the features of both underdevelopment and developing economy. Discuss. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറൽ ഡിഫക്ട്സ് പറയാം, അതുപോലെ ഇങ്ങനെ ബന്ധപ്പെട്ടൊക്കെ ഡെവലപ്പിംഗ് നാച്ചുറുണ്ട്, അണ്ടർ ഡെവലപ്ഡ് എസ്പെഷ്യലി സോഷ്യൽ സെക്ടർ, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട ഏരിയാസ്. അപ്പോൾ അത് ഡാറ്റയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് എഴുതാൻ പറ്റും. റൈറ്റ്. നമ്മുടെ പെർ ക്യാപിറ്റൽ ഇൻകം, GDP, അതിൻ്റെ ഗ്രോത്ത് റേറ്റ്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുക. ദെൻ പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് വരുന്ന മാൾ നറിഷ്മെൻ്റ് ഒക്കെ നോക്കും. അപ്പോൾ ഒരു ഭാഗത്ത് ഡെവലപ്പിംഗ് നാച്ചുറുണ്ട്, അണ്ടർ ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഫാമിങ് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളും ഉപയോഗിക്കുന്നു. ഇൻഫോർമൽ ഫൈനാൻസിങ്, ഫാമേഴ്സ് സൂയിസൈഡ്, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട ഏരിയാസിനെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വാട്ട് ഈസ് നിതാഖാത്ത് ആൻഡ് സൗദിനൈസേഷൻ, ഇൻ വാട്ട് വേസ് ഇറ്റ് ഈസ് ഹാംഫുൾ ടു ദ എക്കോണമി ഓഫ് കേരള? കേരള എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സൗദിനൈസേഷൻ, നിതാഖാത്ത്. ഒരുപാട് മലയാളികളെ നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ഗൾഫിൽ വന്ന ലേബർ ലോയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതിനെ ബേസ് ചെയ്ത്, അപ്പോൾ ഒരു റെമിറ്റൻസ് ഏറെ കുറയുന്ന ഒരു കണ്ടീഷൻ, പ്ലസ് റിവേഴ്സ് മൈഗ്രേഷൻ, ഇങ്ങോട്ട് വരുന്നവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക. ഇവിടെ അല്ലെങ്കിൽ തന്നെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ബ്രീഫ്ലി ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി ഓർ LPG ഇൻ ഇന്ത്യ. ഞാൻ പറയണ്ടല്ലേ, ന്യൂ എക്കണോമിക് പോളിസി, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ്, ഇസൻറ്റ് ഇറ്റ്? അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട ആ ഒരു ഇഷ്യൂസ്, ഡെറ്റ് ഒരുപാട് കൂടി. അങ്ങനെ നമ്മൾ വേൾഡ് ബാങ്കിൻ്റെ അടുത്ത് പോയി, അവിടുന്ന് വായ്പ കിട്ടിയില്ല. ദെൻ IMFനെ കണ്ടു, വായ്പ തന്നു, ബട്ട് അവർ കണ്ടീഷൻസ് വെച്ചു. അതാണെന്ത്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് സോ ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഡിസ്കസ് ബ്രീഫ്ലി ദ സ്ട്രക്ചറൽ ചേഞ്ചസ് ഓഫ് ഇന്ത്യൻ എക്കോണമി സിൻസ് 1951. ഈ ടേബിൾ തന്നെ കേട്ടോ, കറക്റ്റ് ചെയ്ത് ഈ ടേബിൾ ഒക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാൻഡ് റിഫോംസ്. What are the major shortcomings in the implementation of land reforms in India? Land reforms, ഭൂപരിഷ്കരണം. ഓക്കെ, ജമീന്ദാരി ഇൻ്റർമീഡിയറീസിന് ഒഴിവാക്കി, റെൻ്റ് ഫിക്സേഷൻ നടത്തി, സീലിംഗ് വെച്ചു, സർപ്ലസ് ലാൻഡ് കണ്ടെത്തി, അത് ഭൂമിയില്ലാത്ത ആളുകൾക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, സോഷ്യൽ ഇക്വിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചു, ലാൻഡ് ടു ദ ടില്ലേഴ്സ് അല്ലേ, ലാൻഡ് ടു ദ പുവർ, ലാൻഡ് ടു ദ ഫാമേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്കീമാണ് ലാൻഡ് റിഫോംസ്. ബട്ട് അത് നടപ്പിലാക്കുന്നതിൽ ഒരുപാട് പാളിച്ചകളുണ്ട്. കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1969 ജനുവരി 1, 1970 ഓൺവേർഡ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത, അതുപോലെ കേരള ബംഗാളിലൊക്കെയാണ് ലാൻഡ് റിഫോംസ് ഏറെക്കുറെ മികച്ച രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ലാൻഡ് റിഫോംസിൻ്റെ മീനിങ്, കോമ്പണൻസ് ഓഫ് ലാൻഡ് റിഫോംസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ 5 മാർക്കിൽ വരുന്നത്, what are the major objectives of new industrial policy of 1991? ഇൻഡസ്ട്രിയൽ പോളിസി 1948 ഇൻഡസ്ട്രിയൽ പോളിസി ഉണ്ട്, ദെൻ 1956 1977, 1980 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 1991. നിർത്തരുത്. ദെൻ നാഷണൽ മാനുഫാക്ചറിങ് പോളിസി 2011. ദെൻ നമ്മൾ ലാസ്റ്റ് ഇതിൽ വന്നിട്ടുള്ള മെയ്ക്ക് ഇൻ ഇന്ത്യ, സ്കിൽ ഇന്ത്യ, അങ്ങനെ ഒരുപാട് സംഭവം ഇൻഡസ്ട്രിയൽ പോളിസീസ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഒക്കെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് എഴുതുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 6 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത ടൈം നിങ്ങൾ അവിടെ നല്ല ഉഷാറായിട്ട് കീപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നതാണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. 24 മാർക്കാണ്. 4 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 എഴുതിയാൽ മതി, 24 മാർക്ക്. ഓക്കെ, ഞാൻ 4 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 33ാമത്തെ ക്വസ്റ്റ്യൻ, ലോങ് എസ്സേ, എലുസിഡേറ്റ് ദ മേജർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഫെയിലിയേഴ്സ് ഓഫ് 5-year plans in India. 5-year plans in India, അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഫെയിലിയേഴ്സ്. മനോഹരമായിട്ടുള്ള ആൻസർ ചെയ്ത ഫസ്റ്റ് 5-year plan to 12th 5-year plan. ദെൻ നീതി ആയോഗിലേക്ക് വന്നത് വരെ നിങ്ങൾ കാണാം ഒരുപാട് അച്ചീവ്മെൻറ്റ്സ്, എക്കണോമിക് ഗ്രോത്ത്, പെർ ക്യാപിറ്റൽ ഇൻകം കൂടിയത്, എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. ഫെയിലിയേഴ്സ് ഉണ്ട് ഒരുപാട് സംഭവം. നമ്മൾ സോഷ്യൽ ബാക്ക്വേർഡ്നെസ്, എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള പോരായ്മകൾ, പുവർ പെർഫോമൻസ് ഓഫ് അഗ്രികൾച്ചർ, ഡിഫക്ട്സ് ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയാസ്, ഹയർ അൺഎംപ്ലോയ്മെൻറ്റ്, നറിഷ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടത് കാര്യങ്ങൾ ഇത് നീതി ആയോഗിലേക്ക് കണ്ട് ടച്ച് ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഒരു എസ്സേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ 12th 5-year plan ഒബ്ജക്റ്റീവ്സ് ഇവാലുവേഷനും സെപ്പറേറ്റ് എസ്സേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 5-year plan to 12th 5-year plan മികച്ച രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമിയുടെ ഫുൾ പിക്ചർ നിങ്ങൾക്ക് കിട്ടും.
Right. Now, 34th question, critically examine the role of green revolution in India to ensure food security. What are the major impacts of green revolution? ഹരിത വിപ്ലവം. ഹൈ yielding variety of seeds കൊണ്ട് തുടങ്ങണം കേട്ടോ, ഇൻക്ലൂഡിങ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് വരെ. ദെൻ ഫെർട്ടിലൈസർ, ലൈക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ്, മെക്കനൈസേഷൻ. ഓക്കെ, അഗ്രികൾച്ചറിൻ്റെ പാക്കേജ് കാര്യങ്ങൾ മനസ്സിലാക്കുക. 1960s നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തത് പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ പാർട്ട് ഓഫ് ഉത്തർപ്രദേശ്, റൈസ്, വീറ്റ് ഇങ്ങനെ വന്ന് അതിൻ്റെ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. പ്രൊഡക്ടിവിറ്റി കൂടി, പ്രൊഡക്ഷൻ കൂടി, ദെൻ റൂറൽ ഇൻകം കൂടി, ഇങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. പേഴ്സണൽ ഇനീക്വാളിറ്റീസ് കൂടി, ദെൻ എൻവയോൺമെൻറ്റ് ഇഷ്യൂസ്, സോയിൽ ഇറോഷൻ, ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് ലെവൽ വാട്ടർ, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടത് നമ്മൾ ആ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. ദെൻ MS സ്വാമിനാഥൻ പറഞ്ഞ ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളത് പോപ്പുലറൈസ് ചെയ്ത സംഭവങ്ങളും നിങ്ങൾക്ക് പറയാൻ പറ്റും. റൈറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, bring out the major developmental issues faced by the economy of India. How can we address these developmental issues? Poverty, unemployment, inequality. ഡെഫിനേഷൻ കൊടുക്കുക, അതിൻ്റെ ലെവൽ ഓഫ് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇനീക്വാളിറ്റി മെഷർ ചെയ്യുന്നതാണ് നമുക്കറിയാം. ലോറൻസ് കർവ് ആൻഡ് ഗിനീസ് കോയിഫിഷ്യൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ മനസ്സിലാക്കുക. ദെൻ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റിംഗ് പ്രോഗ്രാംസ്. അതിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ MG NRG ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് മനോഹരമായിട്ട് എഴുതുക. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 36th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്? ക്രിട്ടിക്കലി അനലൈസ് ദ സസ്റ്റൈനബിലിറ്റി ഓഫ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഇപ്പം ആദ്യമൊക്കെ ഇന്ത്യൻ എക്കോണമിയേക്കാളും ആവറേജ് കുറവായിരുന്നു നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം, സ്റ്റേറ്റ് GDP ഒക്കെ. ബട്ട് ഇപ്പോൾ നാഷണൽ ആവറേജിനേക്കാളും കൂടുതലാണ് കേരളയിലുള്ള GDP ആൻഡ് GNP. ഇപ്പം നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ്, ദെൻ ഹൈ ലെവൽ ഓഫ് മോർബിഡിറ്റി റേറ്റ്. ഓക്കെ, നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കൂടേണ്ട അവസ്ഥ, ട്രൈബൽസ്, ആദിവാസീസിനൊക്കെ കൂടുതൽ ഇൻക്ലൂസീവ് ആക്കേണ്ട അവസ്ഥ. ദെൻ ദാറ്റ് ഈസ് സസ്റ്റൈനബിലിറ്റി ഓഫ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. ആ ഒരു സംഭവം. അതുപോലെ റിവേഴ്സ് മൈഗ്രേഷൻ ആൻഡ് റെമിറ്റൻസസ്, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് വളരെ ഉഷാറായിട്ട് നിങ്ങൾ എക്സാം എഴുതുക. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരട്ടെ. എല്ലാ ക്വസ്റ്റ്യൻസിനും നല്ല ആൻസർ നിങ്ങൾ കൊടുക്കാൻ കഴിയട്ടെ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ടൈം മാനേജ്മെൻറ്റ് മനസ്സിൽ എപ്പോഴും വേണം. എല്ലാ ക്വസ്റ്റ്യൻസിനും അതിൻ്റേതായ സമയം കൊടുത്തിട്ട് എഴുതുക, നല്ല ആൻസർ എഴുതുക. ഓക്കെ, വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു സോ മച്ച്.